ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ അപ്പൂൻ്റെ അംഗനവാടിയിലെ ഓണപരിപാടിയാണ്. അപ്പോൾ ഞാനും കൂടുതൽ പോകുന്നുണ്ട്. അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാനും പോകുന്നുണ്ട്. ഞങ്ങളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ടീച്ചറിന് പൂവെല്ലാം കൊണ്ടാണ് പോകുന്നത്. പയ്യവാ ഓണം വീഡിയോയോ അല്ലാതെ ഒക്കെ എല്ലാം ഇടും. അമ്മമാരിങ്ങനെ ചേട്ടായി നോക്കിയാലും ചേട്ടായി മോനെടുത്താ മോനെ കട ആരും പഠിച്ചെടുക്കരുത്, ആരും പഠിച്ചെടുക്കരുത്. കൊച്ചു പിള്ളേരെ കസാര വലിയവരായിരുന്നു. മോൾ ഔട്ടായി.
ഇവർക്ക് ചോറിട്ടില്ലേ കൗൺസിലറെ ആദരപൂർവ്വം ക്ഷണിച്ചു വിടുന്നു. ഞാനിവിടെ വന്നിട്ട് 4 വർഷം കഴിഞ്ഞു. പക്ഷെ ഇതുവരെ ഒരു ഓണാഘോഷം വന്ന് ഉണ്ണാനോ കൂടാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷെ ഈ വർഷം എനിക്ക് അത്രത്തോളം താല്പര്യം ഉണ്ടായിരുന്നു ഇന്ന് ഇവിടെ വരണമെന്നുള്ളത്. കാരണം നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നേ നമ്മൾക്കൊരു അംഗനവാടിക്ക് സ്ഥലം വാങ്ങിക്കാൻ നമ്മൾ 4-4.5 വർഷം കൊണ്ട് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. പക്ഷെ നമുക്ക് അതിനുള്ള വസ്തു വാങ്ങിക്കാനുള്ള സംവിധാനം റെഡിയായി. നമ്മൾ അതിന്റെ ഫണ്ട് വെച്ചു. അതിന്റെ പക്ഷെ 4 സെന്റ് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. നമ്മൾ 8 സെന്റിന് പറഞ്ഞതാണ്. പക്ഷെ 4 സെന്റ് സ്ഥലം വാങ്ങിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് റെഡിയായി. കോർപ്പറേഷൻ കൗൺസിൽ പാസ്സായി. അപ്പോൾ അടിയന്തരമായിട്ട് നമ്മൾ ആ സ്ഥലം വാങ്ങി. അതിനേക്കാൾ ഉപരി നമുക്കൊരു കെട്ടിടം അത്യാവശ്യമാണ്. വാടക കൊടുക്കാതെ ഒരു കെട്ടിടം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് വിഷമഘട്ടത്തിലായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ ഇരിക്കാനും കളിക്കാനും പഠിക്കാനും മനോഹരമായിട്ട് അവരുടെ ജീവിത ശൈലി നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ടീച്ചർ എന്നോട് കുറെ കാലമായിട്ട് മാർക്ക് എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല. പക്ഷേ നമ്മൾ അത് സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ആ കെട്ടിടം നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. ഇതുവരെയും നമുക്ക് ആ സബ്ജക്ട് കെട്ടിടത്തിന്റെ ഒന്നും ആവാത്തത് കൊണ്ട് ഈ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മുടെ പുതിയ മേയർ ബഹുമാന്യായ ശ്രീമതി ഹണി അവർകൾ കയറിയപ്പോൾ നമ്മൾ നിർബന്ധപൂർവ്വം നമ്മൾക്ക് വെളിയിൽക്കുളങ്ങര പാർക്കിനകത്ത് 3 റൂമുകളുണ്ട്. ആ 3 റൂമും അതിനകത്ത് നല്ല ടോയ്ലറ്റും നല്ല പാർക്കും എല്ലാ ലൈബ്രറി ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു ബിൽഡിംഗ് ആണ് നമുക്ക് അവിടെ ഒഴിഞ്ഞത്. ഈ ബിൽഡിംഗ് നമ്മൾ 8-ാം തീയതി നമ്മൾ വളരെ ഗംഭീരത്തോടെ ഉദ്ഘാടനം ചെയ്ത് നമ്മൾ അംഗനവാടി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഞാൻ എനിക്ക് അംഗനവാടി സ്ഥലം വാങ്ങിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ആദ്യത്തെ ഉദ്ദേശം. സ്ഥലം വാങ്ങിക്കാൻ നമ്മൾ കൗൺസിൽ പാസ്സാക്കുകയും അതോടൊപ്പം തന്നെ ഈ പുതിയൊരു കെട്ടിടം വരുന്നത് വരെ നമ്മൾക്ക് ഈ അംഗനവാടിയെ തുടരാൻ തന്നെയാണ് നമ്മൾ തീരുമാനമെടുത്ത് നമ്മുടെ കൗൺസിലും സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഒക്കെ തീരുമാനിച്ച് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ 8-ാം തീയതി നമ്മൾ ഇവിടെ എല്ലാവരും ഒഴിഞ്ഞ് നമ്മൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നു. പുതിയൊരു അംഗനവാടി എന്ന് തന്നെ പറയാം. ഇനി നമ്മൾക്ക് പിന്നെ അവിടെ സത്യ തന്ന അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്കും നല്ലൊരു പരിപാടി അവതരിപ്പിച്ചു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞ് പ്രൈസ് കൊടുക്കാനായിട്ട് നിൽക്കുന്നു. എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിൽ നല്ല വിഷമമുള്ള ഘട്ടമാണ്. അച്ഛൻ പോയി, അമ്മ പോയി. എന്നിരുന്നാലും നിങ്ങളോടൊപ്പം ഈ ഓണം ആഘോഷിക്കാൻ സാധിച്ചല്ലോ, ഒരുപാട് സന്തോഷം. എല്ലാവരും ഓണാശംസകൾ നല്ല തുല്യമായി ഈ 3ാമതോട്ട് പേര് നോക്കിയാൽ കൈയടിക്കണേ, എല്ലാവരും കൈയടി. ജാൻവി കസേരയിലേക്ക് സെക്കൻഡ് കിട്ടി എനിക്കായിരുന്നു. സബിതാൻ്റെ ആയിരുന്നു ഗിഫ്റ്റ് വന്നത്. എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് അപ്പുന് കിട്ടിയ ഗിഫ്റ്റ് എനിക്കും കസേര കളിക്ക് തന്നെ. പിന്നെ ഓട്ടം മത്സരം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞ് ഓണ വ്ലോഗ് ഇത്രയേ ഉള്ളു. അത് അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. വ്ലോഗ് ഇത്രയേ ഉള്ളു. അപ്പുൻ്റെ ഓണപ്പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. അപ്പൊ അടുത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് വരുന്നതാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ.